LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഡെഡാണ്. അപ്പോൾ ഇത് എക്സ്ചേഞ്ചിന് വന്നൊരു ടി വിയാണ്. അപ്പോൾ ഈ ടി വി തന്നിട്ട് വേറൊരു സാംസങ്ങിൻ്റെ ടി വി എടുത്തുകൊണ്ട് പോയി അവർ. അപ്പോൾ 2 വർഷത്തിന് മുമ്പേ ഇവിടെ നിന്ന് തന്നെ എടുത്ത ടി വിയാണത്. ഓക്കെ, അപ്പോൾ അവർ ബാക്കി പൈസയും കൂടെ തന്നിട്ട് സാംസങ്ങിൻ്റെ ഒരു ടി വി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു ബോർഡാണ്. റെഡിയായി കിടിലായിരിക്കും. ബോർഡൊക്കെ നല്ല നീറ്റ് ബോർഡാണ്. അപ്പോൾ ഹെച്ച് ഔട്ട് ഇവിടെ ഷോർട്ടായിരിപ്പുണ്ട്. ഇതാണ് ഹെച്ച് ഔട്ട്. അപ്പോൾ അതിപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ മീറ്റർ ഡയോഡ് ടെസ്റ്റിലോട്ട് ഇടണം. ബസറടിച്ച ഹെച്ച് ഔട്ട് ഷോർട്ടാണ്. ഇപ്പോൾ ഒരു കാലിൽ ഓക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ മറ്റേ 2 കാലിലും ഷോർട്ട് കാണിക്കുന്നുണ്ട്. ചില ഹെച്ച് ഔട്ട് എല്ലാത്തിലും ഷോർട്ട് കാണിക്കും, ബസറടിക്കും. അപ്പോൾ ഈ ഹെച്ച് ഔട്ട് എന്തായാലും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഹെച്ച് ഔട്ട് വെറുതെ അങ്ങ് പോകില്ല. പവർ സപ്ലൈ ഹൈ ആയിരുന്ന യോക്കിന് പ്രശ്നം ഉണ്ടെങ്കിലോ, ട്യൂബ് പ്രശ്നം ഉണ്ടെങ്കിലോ, ഫ്ലൈ ബാക്ക് കപ്പാസിറ്ററിന് പ്രശ്നം ഉണ്ടെങ്കിലോ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ യോക്കായിരുന്നു പ്രശ്നം. യോക്ക് കണ്ടില്ലേ, കറുത്ത് ഒരുമാതിരി ദ്രവിച്ച് ക്ലാവൊക്കെ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ യോക്ക് പ്രശ്നമായതുകൊണ്ടാണ് ആ ഹെച്ച് ഔട്ട് അടിക്കുള്ള കാരണം. വീണ്ടും എത്ര പുതിയ ഹെച്ച് ഔട്ട് ഇട്ടാലും ചുമ്മാ ഷോർട്ടായി പോയിക്കൊണ്ടിരിക്കും ഓൺ ചെയ്യുമ്പോൾ. ചിലവർ ഈ യോക്കിനെ റെഡിയാക്കി ഇടും, പക്ഷേ എനിക്കിത് റെഡിയാക്കാമെന്ന് പറഞ്ഞുകൂടാ. ചിലത് റെഡിയാക്കി ഇട്ടാൽ ചിലപ്പോഴേ കിടക്കൂ, ചിലപ്പം വീണ്ടും അടിച്ചു പോകും. അപ്പോൾ ഈ ബോർഡിലൊരു കംപ്ലൈൻ്റ് ഉണ്ട്. വേറെ ട്യൂബിലെടുത്ത് ചെക്ക് ചെയ്ത് വെച്ചപ്പോൾ കണ്ടില്ല, നടുക്കൂടെ ലൈൻ അടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ IC ചേഞ്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് വെർട്ടിക്കലിലോട്ടുള്ള സപ്ലൈ ആണ്. -14 +14. ഈ 2 -14 വോൾട്ടേജും +14 വോൾട്ടേജും വെർട്ടിക്കൽ ICയിൽ എത്തിയാൽ മാത്രമേ ഈ പിക്ചർ വന്നിട്ട് ഫുള്ളാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ICയിലോട്ടുള്ള സപ്ലൈക്ക് എന്തെങ്കിലും ഈ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ആ റെസിസ്റ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വെർട്ടിക്കൽ, അതായത് കംപ്ലൈൻറ്റ് കാണിക്കും. ഇതിപ്പോൾ കംപ്ലൈൻ്റ് ഒന്നുമില്ല, റെസിസ്റ്ററിന് പ്രശ്നമൊന്നുമില്ല. വെർട്ടിക്കൽ IC മാത്രം മാറിയിട്ടുണ്ട്. വെർട്ടിക്കൽ ICയും കപ്പാസിറ്റർ ഇത് 2 മാറി. ഇതാ TV ഓൺ ചെയ്തിട്ടുണ്ട്, കണ്ടല്ലേ, പക്കയാണ്. കറക്റ്റ് ആ ബ്ലൂ ബാക്കിൽ വന്നങ്ങ് നിന്നിട്ടുണ്ട്. അപ്പോൾ ബോർഡിനിപ്പോൾ വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. ഇനി നല്ലൊരു യോക്ക് എടുത്ത് മറ്റേ ട്യൂബിലിട്ടിട്ട് ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം സെറ്റ് ചെയ്താൽ വെച്ചു, വേറെ യോക്കൊക്കെ ഇട്ടു, ഒരു കളർ പാച്ച് ഒന്നും വന്നിട്ടില്ല, എല്ലാം സെറ്റാണ്, പക്കയാണ്. അപ്പോൾ നല്ല വീഡിയോ ക്ലാരിറ്റിയും നല്ല സൗണ്ട് ക്വാളിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ വേറെ ഒരു കംപ്ലയിൻസും ഇല്ല. ഓക്കെ, പിന്നെ ഇവിടെ ഹെച്ച് ഔട്ട് അടിക്കണം. കംപ്ലൈൻറ്റ് വരുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റെഡിയാക്കണം. ഫസ്റ്റ് പുതിയ ഹെച്ച് ഔട്ട് ഇട്ടിട്ട് ബോർഡ് മാത്രം വെച്ച് ഓൺ ചെയ്ത് നോക്കണം. ട്യൂബിൽ നിന്ന് യോക്കിൽ നിന്നെല്ലാം ഡിസ്കണക്ട് ചെയ്യണം. ബോർഡ് മാത്രം വെച്ച് ഓൺ ചെയ്യുമ്പോൾ ഓക്സിലേഷൻ സ്റ്റഡിക്ക് നിന്ന് ഫസ്റ്റ് ട്യൂബിൽ കൊടുത്ത് നോക്കണം, യോക്കണ ഷൗരി വിട്ടിട്ട്. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഓൺ ചെയ്യുമ്പോൾ നടുക്ക് സ്പോട്ട് വന്നാൽ അടുത്ത യോക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ യോക്ക് കണക്ഷൻ കൊടുത്തപ്പോൾ ഹെച്ച് ഔട്ട് അടിക്കുകയാണ് ചെയ്തത്, വീണ്ടും ഷോർട്ടായി. അപ്പം അങ്ങനെയാണ് ഇത് കണ്ടുപിടിച്ചത്, യോക്കാണ് പ്രശ്നമെന്ന്. പിന്നെ ബോർഡിലും വേറെ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, വെർട്ടിക്കൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാം പ്രശ്നം മാറിയിട്ടുണ്ട്. വേറെ യോക്ക് ഇട്ട്, ഒറിജിനൽ യോക്ക് തന്നെ ഉണ്ടായിരുന്നു.